കാണുമ്പോ ഭയങ്കര കുളിരേക്കാരം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രി ആകുന്ന ചർച്ച ഇപ്പൊ തന്നെ തുടങ്ങി. അതല്ലട്ടോ, ഇതിന്റെ ബാക്കില് ഇങ്ങനെയൊക്കെയുള്ള അജണ്ടകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ബുള്ളറ്റിന്റെ ടയർ മാറ്റി യാസിർ അടുത്ത വിഷയവുമായിട്ട് നിങ്ങളെ മുമ്പിലെത്താണ്. യാസിറിന് കണ്ടന്റിന്റെ ദാരിദ്ര്യം. സാധാരണ ഞാൻ രാവിലെ പത്രങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോ തന്നെ എന്റെ കണ്ടന്റിന് ഭയങ്കര ദാരിദ്ര്യം വരാറുണ്ട് കേട്ടോ. ഒരു 5-6 ദാരിദ്ര്യം ഒരുമിച്ച് കയറി വരലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ തോന്നുകയാണ് ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് വാസ്തവമാണ്, കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി മാതൃഭൂമി ന്യൂസില് സൂപ്പർ പ്രൈം ടൈമില് ചർച്ച നടക്കണേ. അതായത് എന്നാണ് ഇലക്ഷൻ? 1.25 വർഷം കഴിഞ്ഞിട്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, 1.25 വർഷം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ വരുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആകുമോ എന്നുള്ള ആ രീതിയിൽ ഒരു ചർച്ച മാതൃഭൂമിയിലെ 2026 മെയ് മാസത്തിലാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇലക്ഷൻ വരുന്നത്. അങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ 1.25 കൊല്ലം കഴിയണം. UDF അധികാരത്തിൽ വന്നാല് ആരാണ് മുഖ്യമന്ത്രി ആവുക? അപ്പൊ ഏറ്റവും വലിയ മുന്നണിയിലെ നേതാവാകും. അത് കുഞ്ഞാലിക്കുട്ടി ആകുമോ എന്നുള്ള ചർച്ചയാണ്. ഞാൻ നിങ്ങളെ ലീഗാരോട് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ ആ മറ്റേ കാറ്റഗറിയിലുള്ള കമന്റ് ഇടാൻ. ഇതിൽ വലിയൊരു ഒളി അജണ്ട. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് ലീഗ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടോ? 1% പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ ഉണ്ടാക്കാൻ ഏകദേശം 71 സീറ്റുകൾ വേണം. അതിൽ 27 സീറ്റിലാണ് ലീഗ് മത്സരിച്ച് മുഴുവൻ സീറ്റിൽ ജയിച്ചാൽ പോലും ലീഗ് വലിയ സഖ്യകക്ഷി ആവില്ല. മാത്രമല്ല കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ലീഗിന് വിട്ടുകൊടുത്തുങ്ങാണ്ട് അങ്ങനെ ലീഗിനെ സ്നേഹിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ലേനും അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോ 5ാം മന്ത്രി സ്ഥാന വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ ഇപ്പൊ ഞാനൊക്കെ ആശയപരമായിട്ട് ലീഗിന്റെ ചില ചെയ്തികളോട് വിയോജിപ്പ് രേഖപ്പെടുത്താറുണ്ടെങ്കിലും ലീഗ് തീവ്രവാദ പാർട്ടിയാണ്, തീവ്രവാദ പ്രത്യയശാസ്ത്രമാണ് നമ്മൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഇനി പറയില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലീഗ് അങ്ങനെ ഒരു തീവ്രവാദ മനോഭാവത്തിൽ ഇവിടെ ആ സ്കെയിലിൽ പണിയെടുത്തിരിക്കണമെന്നില്ല എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ 5ാം മന്ത്രി വിവാദം ഉണ്ടായപ്പോ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങളും മുസ്ലിം ലീഗിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, അന്ന് VS ജോയി ഒക്കെ അങ്ങനെ പൊന്തി വരുന്നുള്ളൂ. ആ സമയത്ത് ജോയി പോലും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി നിൽക്കുന്ന സമയമാണ് തോന്നുന്നത്. ജോയി പോലും കോൺഗ്രസിനെ കടന്ന് ആക്രമിക്കുന്ന ആ ഒരു സ്റ്റൈലാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഞാൻ അതിലേക്ക് പോവല്ല. ഏതായാലും അങ്ങനെ ഒരു നിലവിലൊരു ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുങ്ങാണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു സ്നേഹപ്രകടനം നടത്തുന്ന സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി നമ്മളെ വിഷയം, അതായത് എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ച? എന്തിനാണ് മാതൃഭൂമി ഈ നിലവാരത്തിൽ ഈ ഒരു കാറ്റഗറിയിൽ ഒരു ചർച്ച വെച്ചത് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരമാണ് നമ്മൾ തേടേണ്ടത്. അതിൽ വലിയ ഒരു വിഭാഗീയത ഉണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ BJPന്റെ നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരൻ മാതൃഭൂമിയുടെ പാർട്ട്ണറാണ്. അവിടെയാണ് നമ്മൾ ട്വിസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഓരോ സംസ്ഥാനത്തും അവിടുത്തെ രാഷ്ട്രീയം നോക്കി ഇടപെടാൻ വേണ്ടിയിട്ടുള്ള കൂർമ്മ ബുദ്ധി സത്യത്തില് മാതൃഭൂമി പയറ്റിക്കൊണ്ടിരിക്കണേ. അതിലൊരു വിഭാഗീയതപരമായ അത്തരം ചർച്ചകൾ ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രി ആകും UDF ജയിച്ചാൽ എന്ന തലത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുമ്പോ അവിടെ വേറെ ചില സംഗതികൾ, ഇപ്പൊ ചില മനോഭാവങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ കൃസംഗി ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു മനോഭാവത്തിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ആ അവസ്ഥയും ഈ ഒരു ചർച്ചയും തമ്മിലുണ്ട് മിങ്കിളാവുന്നതോട് കൂടി അതൊരു വലിയ വേർതിരിവിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കൃത്യമായ അജണ്ടയോട് കൂടിയാണ് മാതൃഭൂമി യാതൊരുവിധ സ്കോപ്പുമില്ലാത്ത ഒരു കാര്യത്തിന്റെ പുറത്ത് ചർച്ചയ്ക്ക് വരുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. അതായത് മാധ്യമങ്ങളിലൊക്കെ നേരിട്ട് സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ള RSSന്റെ അജണ്ട അത് ഈ പറയുന്ന മാതൃഭൂമി പോലുള്ള ഇതിലൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ ഏത് സംസ്ഥാനത്തെ മാധ്യമമാണോ അവിടുത്തെ രാഷ്ട്രീയം നോക്കിയിട്ട് അവിടെ എങ്ങനെ കുതന്ത്രപരമായി ഇടപെടാം എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ നീക്കാം. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ട് അങ്ങനെയായിരുന്നു ചർച്ച വന്നത്. ഇപ്പൊ ഞാൻ ഈ ഒരു പോസ്റ്ററിന്റെ താഴെ
എനിക്ക് തോന്നുന്നു ഒരു സഖാവ്, ഈ സഖാവുക്കൾക്ക് ഇതൊന്നും മനസ്സിലാകാറ്റാണോ അതോ ഇനി മനസ്സിലാകാത്തത് പോലെ അഭിനയിക്കുകയാണോ എന്നറിയില്ല. അയാൾ പറയുന്നുണ്ട് ഇതിലേക്ക് ഇനി മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിനെയും കൂടി കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പൊ എന്താ വെച്ചാൽ SDPI UDF പിന്തുണ പ്രഖ്യാപിച്ച് ഭയങ്കര ചർച്ചയൊക്കെ വന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ അതോടുകൂടി ആ വലിയ കൂട്ടുകെട്ടിനെ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒന്നും കൂടി ഉഷാറാവും. ആരാ പറയണത്? ഞാൻ ആ പ്രൊഫൈല് നോക്കുമ്പോൾ സഖാവാ, ആ സഖാവിന്റെ ഒരു മനോഭാവം. അപ്പൊ അങ്ങനത്തെ ചിന്താഗതിയുള്ള സഖാക്കളോട് പറയുള്ളത് എന്നാ പിന്നെ കാന്തപുരത്തിനും കൂടിയും കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെക്കാലോ. കാരണം ഇപ്പോ കാന്തപുരം ഏകദേശം CPM ആയിട്ട് സലാം പറയുന്ന ഒരു കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഗോവിന്ദമാശ പരാമർശം, സ്ത്രീകൾ, ആ വിഷയമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു നിലക്ക് ഈ പറയുന്ന മാതൃഭൂമിന്റെ ഇത്തരം അജണ്ടകളോട് വളം വെക്കുന്ന രീതിയിൽ നിങ്ങളും കൂടി തുടങ്ങിയാല് നിങ്ങൾക്ക് ഇതൊന്നും തിരിയാഞ്ഞിട്ടാണോ അതോ നിങ്ങള് അതിന്റെ ഒരു ബദലായി കണ്ട് ഈ സംഘപരിവാര അജണ്ടകളുടെ ഒരു ബദലായിട്ട് മാറുകയാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കുക. നിങ്ങളാണ് ശരിക്കും ഇത് പരിശോധിക്കേണ്ടത്. അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു. നമ്മൾ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം നോക്കണം. പക്ഷെ നമ്മളെ ആൾക്കാർക്ക് എന്താ അറിയാം, ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ എന്റെ ബുള്ളറ്റിന്റെ ടയർ മാറ്റുന്നത്, അതേപോലെ എന്റെ കുതിരന്റേത്, എന്റെ നായിന്റെ, ഇതൊക്കെ പറയുമ്പോ ആൾക്കാർക്ക് അതൊക്കെ നേരെ മറിച്ച് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ ചർച്ച ചെയ്യുമ്പോ ഒരു മനുഷ്യന് താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടാണ് ഇത്. നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വെച്ച ഒരു അജണ്ട ഇത്തരത്തില് ഇവർ ക്രിയേറ്റ് ചെയ്യുമ്പോ അതിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ ബോധത്തിന് സാധ്യമാകണം സുഹൃത്തുക്കളെ. ഇത് കേരളല്ലേ, അത്തരം ചർച്ചകൾക്കൊന്നും നമുക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ മുൻകൂറായി പണം കൊടുത്തുകൊണ്ട് ചില അജണ്ടകള് ഇത്തരം ചാനലുകളിലൂടെ ചർച്ചകളിലൂടെ നടക്കുന്നുണ്ട്. കാണുമ്പോ ഭയങ്കര കുളിരേക്കാരം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രി ആകുന്ന ചർച്ച ഇപ്പൊ തന്നെ തുടങ്ങി. അതല്ലട്ടോ, ഇതിന്റെ ബാക്കില് ഇങ്ങനെയൊക്കെയുള്ള അജണ്ടകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മളെ മാരിലെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ടന്റ് ഇല്ലേ, കണ്ടന്റ് ഉണ്ടോ, അനക്കെന്തെങ്ങനെ അറിയാം, ഇതൊക്കെയാണ് അടുത്ത കമന്റുകളിൽ വരിക. നിങ്ങൾ നോക്കിക്കോളി, ഇത് തന്നെയാണ് കമന്റുകളിൽ വരിക. എന്നിട്ട് പിന്നെ ഇതൊക്കെ വേറൊരു കോലത്തിൽ ഇങ്ങനെ വെക്കുമ്പോ അന്ന് നമ്മളെ കണ്ടന്റ് ഇങ്ങനെ ആയിരുന്നു, മീൻ പൊരിച്ചല്ലായിരുന്നു, കോഴിക്കറി വെക്കല്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പിന്നെ നമ്മളിത് പറയാനുള്ളത് പറയാം. അതിപ്പോ ഇനി 500 ആള് കേട്ടാലും ആ 500 ആള് കേട്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ അജണ്ട മാധ്യമങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ചർച്ച എന്നുള്ളത് സാമാന്യ ബോധത്തോടു കൂടി, രാഷ്ട്രീയ ബോധത്തോടു കൂടി കേരളീയ സമൂഹം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത കണ്ടന്റ് ദാരിദ്ര്യവുമായി കാണാം. നന്ദി.